മകളുടെയും മരുമകളുടെയും 24 പവൻ സ്വർണം പണയം വെച്ചു. സൈനികന്റെ പരാതിയിൽ അമ്മ അറസ്റ്റിൽ. സൈനികനായ മകന്റെ പരാതിയിൽ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി തങ്കമണിയിലാണ് സംഭവം. തങ്കമണി അച്ചാൻകാനം പഴച്ചിറ വീട്ടിൽ ബിൻസി ജോയിയാണ് അറസ്റ്റിലായത്. മകളുടെയും മരുമകളുടെയും 24 പവൻ സ്വർണം ഇവർ അറിയാതെ പണയം വെച്ച് പണം തട്ടിയെന്നാണ് പരാതി. ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ച മൂവാറ്റുപുഴ കദളിക്കാട് സ്വദേശി കുറുപ്പുംപറമ്പിൽ അംബികയും അറസ്റ്റിലായി. പണം ആഭിചാരകർമ്മത്തിന് ഉപയോഗിച്ചതാണ് പോലീസിന്റെ സംശയം. ബിൻസിയുടെ മകൻ അഭിജിത്ത് അസം റൈഫിൾസിൽ സൈനികനാണ്. അഭിജിത്തിന്റെ ഭാര്യയും ബിൻസിയും ഭർത്താവുമാണ് ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. അഭിജിത്തിന്റെ ഭാര്യയുടെ 14 പവൻ സ്വർണം ബിൻസി പണയം വെച്ചതാണ് പരാതി. അതോടൊപ്പം ബിൻസിയുടെ മകളുടെ 10 പവൻ സ്വർണവും പണയം വെച്ചു. എന്തിന് പണയം വെച്ചു എന്ന് ചോദിച്ചപ്പോൾ ബിൻസി വ്യക്തമായ മറുപടി നൽകിയില്ല. കഴിഞ്ഞ ദിവസമാണ് സ്വർണം കാണാനില്ല എന്ന് കണ്ടതോടെ അഭിജിത്തിന്റെ ഭാര്യ ബിൻസിയോട് കാര്യം ചോദിച്ചത്. ആദ്യം നിഷേധിച്ചെങ്കിലും ഭർത്താവ് ഉൾപ്പെടെ പലതവണ ചോദിച്ചപ്പോഴാണ് സ്വർണം താൻ എടുത്തുവെന്നും പണയം വെച്ച വിവരവും ഇവർ തുറന്നു പറയുന്നത്. തുടർന്ന് അഭിജിത്ത് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതോടെ ബിൻസി മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങാനാണ് കോടതി നിർദ്ദേശം നൽകിയത്. ഇതിന് 10 ദിവസത്തെ സമയവും അനുവദിച്ചു. എന്നിട്ടും ഹാജരാകാതെ വന്നതോടെയാണ് ഇന്നലെ വണ്ടിപ്പെരിയാറിന് സമീപത്ത് വെച്ച് SIയും സംഘവും ബിൻസിയെ പിടികൂടിയത്. ബിൻസി ഒരു മന്ത്രവാദിയെ കണ്ട് മടങ്ങും വഴിയാണ് പോലീസ് പിടികൂടിയത്. ചോദ്യം ചെയ്തുവെങ്കിലും ഇവർ പണം എന്തിനാണ് ഉപയോഗിച്ചതെന്ന് കാര്യം ഇതുവരെയും തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിച്ചു എന്നാണ് ഇപ്പോഴും പറയുന്നത്. എന്നാൽ ബിൻസിയുടെ ഭർത്താവും മകനും ഇത് നിഷേധിച്ചു. സമീപത്തുള്ള സ്വയം സഹായ സംഘങ്ങളിൽ നിന്ന് ഇവർ 8 ലക്ഷത്തോളം രൂപ ലോണും എടുത്തിട്ടുണ്ട്. ഇതും മകന്റെ അറിവോടെ വീടിന് വേണ്ടി ചിലവഴിച്ചു എന്നാണ് പറയുന്നത്. പണം ആഭിചാര കർമ്മങ്ങൾക്ക് വേണ്ടി ബിൻസി ഉപയോഗിച്ചു എന്നാണ് പോലീസിന്റെ സംശയം. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. തകിട് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അഭിജിത്ത് പോലീസിനെ ഏൽപ്പിച്ചു. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം.